അഹമ്മദാബാദ് വിമാനാപകടം ഇപ്പോഴും ചോദ്യം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇന്നലെ രഞ്ജിത നായരുടെ മൃതദേഹമൊക്കെ കിട്ടി, നാട്ടിൽ വന്ന് സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവരുടെ ബന്ധുക്കൾ ഒന്നടങ്കം ചോദിക്കുന്നു ആ വിമാനത്തിന് എന്താണ് സംഭവിച്ചത്. പക്ഷേ ബ്ലാക്ക് ബോക്സ് 2 കിട്ടിയിട്ടും അതിന് പൂർണ്ണമായ ഒരു ഉത്തരം പറയാൻ, ഒരു പ്രാഥമികമായ ഉത്തരം പറയാൻ പോലും അധികൃതർക്ക് കഴിയുന്നില്ല എങ്കിൽ ആരുടെ പരാജയമായി നമ്മൾ ഇതിനെ കണക്കാക്കണം? പക്ഷെ ആ ചോദ്യങ്ങൾ ഇനി ഉണ്ടാവില്ല. കാര്യം ആ ബ്ലാക്ക് ബോക്സ് എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. നേരത്തെ അത് അമേരിക്കയിലെ സയൻറ്റിഫിക് ലാബിൽ കൊടുത്ത് അതിൻ്റെ വിവരങ്ങൾ ഡീകോഡ് ചെയ്യണമെന്നായിരുന്നു ഒരു ചിന്ത വന്നത്. കാരണം അത് ഒരെണ്ണം, അതായത് ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും വോയിസ് റെക്കോർഡറും, കോക്പിറ്റ് വോയിസ് റെക്കോർഡ്, ഇത് രണ്ടും കൂടി ചേർത്താണ് നമ്മൾ ഈ ബ്ലാക്ക് ബോക്സ് എന്ന് വിശേഷിപ്പിക്കുക. അപ്പോൾ ഇത് ഒരെണ്ണം ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ്. അപ്പോൾ അത് ഈ തകർന്ന അവസ്ഥയിലുള്ളത് അമേരിക്കയിലെ ലാബിലും, മറ്റത് നമ്മുടെ ഏവിയേഷൻ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകും, അതിൽ കൊടുത്തിട്ട് പരിശോധിക്കണം എന്നുള്ളതായിരുന്നു ഒരു ധാരണ. പക്ഷേ ഇപ്പോൾ അത് തീരുമാനമായി, രണ്ടും ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സിൽ അത് ഡീകോഡ് ചെയ്യുക, നമ്മൾ ഡിജിറ്റലി ആയിരിക്കും അതിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അത് ഡീകോഡ് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ വിമാനാപകടം ഉണ്ടായത്. സ്വാഭാവികമായും നമ്മൾ സംശയിച്ച തരത്തിൽ ഉണ്ടാകാനാണ് സാധ്യത, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കേതിക പിഴവ്. 2 വിമാന എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനം നിലയ്ക്കണമെങ്കിൽ ഗുരുതരമായ സാങ്കേതിക പിഴവ് ആ വിമാനത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒരു പ്രാഥമിക യുക്തിയിൽ നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കണം. ആ ഗുരുതരമായ സാങ്കേതിക പിഴവ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ആ സാങ്കേതിക പിഴവ് വരുത്തിവെച്ചതാണോ താനെ വന്നുകൂടിയതാണോ എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വരുത്തിവെച്ചതാണെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിൽ ഗൗരവമാണ്, ഗൗരവം എന്നല്ല അതീവ ഗൗരവമാണ്. ഇപ്പോൾ തന്നെ ആരോപണങ്ങൾ വന്നിരുന്നു ഈ വിമാനത്തിൻ്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ലണ്ടൻ പോലുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ദീർഘദൂര യാത്രയാണ്. അപ്പോൾ അത്രയും ഇന്ധനമൊക്കെ നിറച്ച്, ഏതാണ്ട് 1 ടണ്ണോളം ഇന്ധനമൊക്കെ നിറച്ച് കൊണ്ടുപോകുന്ന വലിയ യാത്രയാണ്. അപ്പോൾ അത്രയും വലിയൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഉറപ്പായിട്ടും കർശനമായ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കണം ഈ വിമാനം പറക്കാനായിട്ട് തയ്യാറെടുക്കുക. ഇതിൽ എൻ്റെ സംശയം എന്താണെന്നറിയോ, ഒരു വിമാനത്തിൻ്റെ 2 എഞ്ചിനും ഒരേ സമയം തകരാറിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസയോഗ്യമായ ഒരു കാര്യമാണോ എന്നുള്ള വലിയ സംശയമുണ്ട് ഇവിടെ. എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ സ്വാഭാവികമായിട്ടും അതിന് മുന്നേ കാണിക്കും. എൻജിൻ തകരാറിലാണെങ്കിൽ ഇപ്പം നമ്മളൊരു വാഹനം, ഇപ്പം നമ്മുടെ റോഡിലോടുന്ന വാഹനങ്ങളൊക്കെ എല്ലാം സെൻസർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ വാഹനത്തിന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തകരാറുണ്ടെങ്കിൽ സെൻസറിൽ അത് കാണിക്കും. ഇപ്പം നമ്മൾ വണ്ടി സർവീസിന് കൊണ്ടുപോകുമ്പോൾ ഇവർ ലാപ്ടോപ്പ് വെച്ച് ചെക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ലാപ്ടോപ്പ് വെച്ച് വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആ ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കും വണ്ടിയുടെ ഇന്ന ഭാഗത്ത് പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു വിമാനം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ സുരക്ഷയ്ക്ക് ഇത് അത്രയേ ഉള്ളൂ സുരക്ഷ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. 2 എഞ്ചിനും ഒരേ സമയത്ത് തകരാറ്. അതായത് ഒരു വിമാനം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവസാന വട്ടം അതെല്ലാം ചെക്ക് ചെയ്യുന്ന പൈലറ്റാണ്. അവർക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. അതെല്ലാ പ്രകാരം അവരെല്ലാ എക്യുപ്മെൻസും, വിമാനത്തിൻ്റെതായ എല്ലാ എക്യുപ്മെൻസും പ്രവർത്തനം ഉറപ്പാണോ അല്ല ഉറപ്പുവരുത്തും. ഉറപ്പായിട്ട് ഈ യാത്രയ്ക്ക് മുമ്പും 2 പൈലറ്റുമാരും അതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാകണം. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഖാലിസ്ഥാൻ വാദികൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇറക്കിയിരുന്നു, എയർ ഇന്ത്യ വിമാനം അവർ ആക്രമിക്കും. ഈ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിന് ശേഷമാണ് ഈ വിമാന ദുരന്തത്തിൽ ഒരു കൃത്യമായി ഇന്ത്യയിൽ അത്തരത്തിൽ കപ്പലുകൾ മുങ്ങുന്നത്, തീ പിടിക്കുന്നത്, വിമാനം ഇതുപോലെ. അപ്പൊ നമ്മൾ ആ രീതിയിലേക്ക് സംശയിക്കേണ്ടതുണ്ടോ? ഏതെങ്കിലും ഒരു രാജ്യം, സോഷ്യൽ മീഡിയയിലാണ് അത്തരം സംശയങ്ങൾ പ്രചരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ട് അത്തരം വാദങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. കാര്യം നമ്മുടെ മുമ്പിലുള്ള 2 സംഭവമായിരുന്നില്ല, 2 കപ്പൽ അപകടം. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഏറെക്കുറെ നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. ഏറെക്കുറെ ഇനി അതിലും എന്താ കട്ടിമറി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാലും പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ അത് സ്വാഭാവികമായി നടന്ന 2 അപകടമാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിനും പ്രാഥമികമായ ഒരു വിലയിരുത്തൽ വന്നു. പ്രേംലാലയുടെ തുടക്കം മുതൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും ചോദിക്കുന്നത്. ഈ പ്രാഥമികമായി ആയി പോലും എന്തുകൊണ്ട് ഇവിടെ ഒരു വിലയിരുത്തൽ വരുന്നില്ല, ഇവിടെ ഒരു അനുമാനത്തിൽ അവർ എത്തുന്നില്ല? അത് ഉത്തരം വ്യക്തമാണ്. അതായത് നമ്മൾ എത്രയൊക്കെ വിലയിരുത്തിയാലും ആ പ്രാഥമികമായ വിലയിരുത്തലോ അല്ലെങ്കിൽ അന്തിമമായ വിലയിരുത്തലിനോ ആധികാരികത വരുന്ന ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുമ്പോൾ മാത്രമാണ്. പക്ഷെ അതിന് ഇതുവരെ നമുക്ക് പറ്റിയില്ല. അതെന്തുകൊണ്ടെന്നുള്ള ചോദ്യം ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഇത്രയും ദിവസമായിട്ട് സാധാരണഗതിയിൽ ഒരു അപകടം നടന്ന് ബ്ലാക്ക് ബോക്സ് കൈ കിട്ടി 24 മണിക്കൂറിനുള്ളിൽ പ്രൈമറി അസസ്മെന്റ് വരും. അതാണ് അതിൻ്റെ രീതി. പരമാവധി ഒരാഴ്ചക്കുള്ളിൽ അത് ഡീകോഡ് ചെയ്ത് അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അപകടം നടന്നിട്ട് 2 ആഴ്ചയ്ക്ക് മേലായി. ഇതുവരെ നമുക്ക് എത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ എവിടേക്കോ
ചീഞ്ഞാറുന്നുണ്ട്. അതെ, അപ്പൊ ഒരു അട്ടിമറി സാധ്യത അതിലൂടെ നമ്മൾ തള്ളിക്കളയാനൊക്കില്ല. സ്ഥിരീകരിക്കുന്ന കാര്യമല്ല പറയുന്നത്, അതെ. നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ അത്തരം ഒരു അട്ടിമറി സാധ്യത? ഈ വിമാന നിർമ്മാണ കമ്പനിയുടെ അധികൃതർ വരെ ഇവിടെ വന്നിട്ട് പരിശോധനകൾ നടത്തി. ഇപ്പം അവർ വന്നിട്ടും ഏകദേശം ഒരാഴ്ച കഴിഞ്ഞില്ലേ. പക്ഷേ അവര് അവരുടെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നതാണെങ്കിൽ പോലും ഒരു വാഹനമാണെങ്കിൽ അത് നിർമ്മിച്ച ഒരാൾക്ക് എന്തുകൊണ്ട് ഇത് അപകടമുണ്ടായി എന്ന് പറയാൻ സാധിക്കും. ഉറപ്പായിട്ടും അവരുടെ ഭാഗം ഓക്കെ ശരിയാണ്, അവർ പറയുന്നത് ശരി, അവർ നിർമ്മാണത്തിൽ അവർക്ക് ഒരു പിഴവുകളും ഇല്ല, അവരുടെ സർവീസ്. പക്ഷെ അവർക്ക് പറയാൻ പറ്റും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അതതിനകത്ത് പക്ഷേ ഇതില് പ്രതിസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് എയർ ഇന്ത്യയാണ്. അവരുടെ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൽ വന്ന ഗുരുതരമായ പിഴവ് ഇതിൽ അപകടത്തിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള പ്രാഥമികമായ വിലയിരുത്തൽ അവർക്കുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് 3 ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇതിൽ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാണ്. അങ്ങനെ ഒരു നടപടി എടുക്കണമെങ്കിൽ എയർ ഇന്ത്യക്ക് എന്തൊക്കെയോ സൂചനകൾ കിട്ടിയിട്ടുണ്ടാകണം. എയർ ഇന്ത്യ ഈ 3 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്ത ഈ ഒരു കേസിന്റെ മാത്രമല്ല, അത് നേരത്തെ ഒരു മുന്നറിയിപ്പ് DGCA അവർക്ക് കൊടുത്തിരുന്നു. അതായത് അവരുടെ കറക്റ്റ് സമയത്ത് വിമാനങ്ങൾ സർവീസ് നടത്തുന്നില്ല. സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രയല്ല പറഞ്ഞത്, മെയിൻ്റനൻസ് നടത്തുന്നില്ല എന്നുണ്ട്. ഒരു വിമാനം ഏകദേശം 3 മാസത്തോളം വൈകിയാണ് അതിന്റെ മെയിൻ്റനൻസ് നടത്തിയത്. ആ 3 മാസത്തിനിടയിൽ അത് ദുബായ്, ജിദ്ദ പോലുള്ള ഗൾഫ് കൺട്രീസിൽ ഒരുപാട് തവണ സർവീസ് നടത്തിയിട്ടുണ്ട്. വേറൊരു വിമാനം 2 ദിവസം വൈകി, വേറൊരു വിമാനം 2 മാസം വൈകി. അപ്പോൾ ഈ സമയങ്ങളിൽ ഈ കറക്റ്റ് മെയിൻ്റനൻസ് നടത്താതെ ഈ വിമാനങ്ങളൊക്കെ വിദേശത്തേക്കും സ്വദേശത്ത് ആഭ്യന്തര സർവീസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ എയർ ഇന്ത്യ അവഗണിച്ച ഒരു ഘട്ടത്തിലാണ് ഇപ്പം അവസാനം ആ റിപ്പോർട്ട് പുറത്തു വരികയും അതിനുശേഷമാണ് എയർ ഇന്ത്യക്ക് ഈ 3 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നത്. അത് ഇതുമായിട്ട് പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് അങ്ങനെ സർവീസ് ലാബ്സ് ഇല്ലെന്നാണ് എയർ ഇന്ത്യ പറയുന്നത്. ഈ വിമാനത്തിന് വലിയ പഴക്കവും ഇല്ല എന്ന് വലിയ പറയുന്നു. പഴക്കവും ഇല്ല. കാര്യം 2023 ഈ ആനുവൽ ഇൻസ്പെക്ഷൻ നടന്നു. ഇനി അടുത്തത് ഈ വരുന്ന ഡിസംബറിലാണ് നടക്കാൻ. ഇതിലിപ്പോ ക്രൂശിക്കപ്പെടുന്ന വിശ്വാസ് കുമാറാണ്. അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. NIA-യുടെ കസ്റ്റഡി പോലെ തന്നെയാണ്. ഒരു ഹോട്ടലിൽ ആരെ വിളിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള നിരീക്ഷണം. ഇത് പിന്നെ എന്താ പറയുക, ഇയാൾക്ക് ഭീകരവാദ ബന്ധമുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പ്രചരിപ്പിക്കുന്നു. ഇയാൾ രക്ഷപ്പെട്ടത് അങ്ങനെ ഇയാളത് തുറന്നത് കൊണ്ടാണ്, ഇയാളാണ് അപകടം ഉണ്ടാക്കിയതെന്ന് പറയുന്നു. അപ്പൊ മൊത്തത്തിൽ ഇതിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ വന്നാലല്ലേ ആ മനുഷ്യരെങ്കിലും ക്രൂശിക്കപ്പെടാതിരിക്കും. വിശ്വാസ് കുമാർ ഇപ്പൊ പ്രവർത്തിക്കുന്നത് അതിൽ ഞാനും കൂടി അങ്ങ് പെട്ടാ മതിയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അത് തന്നെ ചിന്തിച്ചത്. രക്ഷപ്പെട്ട് വരേണ്ടതില്ലായിരുന്നു. അയാൾക്ക് വ്യക്തിപരമായ ഒരുപാട് നഷ്ടങ്ങളാണ്. അയാളുടെ സഹോദരൻ ഈ അപകടത്തിൽ മരിച്ചു. അയാളിപ്പോൾ വലിയൊരു മാനസിക സംഘർഷത്തിലാണ്. അപ്പോൾ അയാൾ അങ്ങനെ ചിന്തിച്ചു പോകും. ഇത് അയാളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങളൊക്കെ ഈ ഒരു ഘട്ടത്തിലെങ്കിലും അവസാനിപ്പിക്കും. കാരണം ഒരു വലിയൊരു അപകടം അയാളുടെ കൺമുമ്പിൽ കണ്ടതിൻ്റെ മാനസിക ആഘാതത്തിലായിരിക്കാം. സംഭവം ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കണം അയാൾ ആ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അയാൾ ആ അപകടത്തിൽ പെട്ടയാളാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ചിലർ അങ്ങനെയും പ്രചരിപ്പിക്കും ഇയാൾ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വരെ. പക്ഷെ അതിലൊന്നും വാസ്തവം അങ്ങനെയാണെങ്കിൽ പുറത്തു വരില്ലേ ഇയാൾ അതിലുണ്ടായിരുന്നില്ല എന്നുള്ളത്? അല്ല, അങ്ങനെ പ്രചരണം നടക്കുന്നു. കാര്യം അപകടത്തിൽ പെട്ടയാളാണെങ്കിൽ ഇത്ര നിസ്സാര പരിക്കുകളോടെ അയാൾ പുറത്തു വരില്ല. അതുകൊണ്ട് അയാൾ ആ വിമാനത്തിൽ ഇല്ലായിരുന്നു വരെയൊക്കെ പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, അയാൾ എന്തോ ഭാഗ്യം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് അയാളെ ക്രൂശിക്കുകയാണ് ഇപ്പോൾ. ഏതായാലും ബ്ലാക്ക് ബോക്സ് ഏതായാലും പരിശോധിക്കുന്നുണ്ടല്ലോ. 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് കറക്റ്റ് പിക്ചർ കിട്ടിയേക്കും.